നമുക്ക് ഏറ്റവും ആഹ്ലാദമുള്ള ഒരു ദിവസമാണ് ഇന്ന്. മോഹൻലാലിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നൽകുകയും ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓർമ്മ പുസ്തകത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ജീവൻ വെച്ച് എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന അത്ഭുതമുണ്ടാക്കിയ ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ നമുക്കൊപ്പം ചേരുകയാണ്. സിബിയുടെ സിനിമ അനുഭവത്തിൽ പിറന്ന കുറേ കഥാപാത്രങ്ങളുടെ വിവരങ്ങളുമായി അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സുപ്രഭാതം സിബി ജി. അങ്ങേക്ക് ഒരുപക്ഷെ അങ്ങയെപ്പോലെയുള്ള എത്രയോ സംവിധായകരുടെ മാന്ത്രികതയിലാണ് മോഹൻലാൽ എന്ന നടൻ പിറവിയെടുത്തത്. അങ്ങയ്ക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടത്തിന് അർഹതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരുപക്ഷെ ഒരു 23 കൊല്ലങ്ങൾക്ക് ശേഷം, അടൂരിന് ശേഷം ഇത്തരം ഒരു പുരസ്കാരം മലയാളത്തിന് ലഭിക്കുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയും അഭിമാന പൂരിതമാണ്, ആഹ്ലാദഭരിതരാണ് എല്ലാവരും. അപ്പോൾ അങ്ങേ എങ്ങനെയാണ് ഈ ഒരു വാർത്ത അങ്ങേ സന്തോഷിപ്പിക്കുന്നത്? നമസ്കാരം. ഇത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഏറ്റവും വലിയൊരു മുഹൂർത്തമായി ഞാനതിനെ കാണുകയാണ്. കാരണം മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു ചലച്ചിത്രകാരന് ഇത് 2ാം തവണ ഈ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അടൂർ സാറ് അദ്ദേഹത്തിൻ്റെ അന്തർദേശീയ തലത്തിലുള്ള ഖ്യാതിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം ലഭിച്ചൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് 2004 ലഭിച്ച ഈ പുരസ്കാരം. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരായ മോഹൻലാലിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. അദ്ദേഹത്തോടൊപ്പം അനവധി സിനിമകൾ ചെയ്യാനുള്ള അവസരമുണ്ടായി എന്നുള്ളതും എൻ്റെ ഭാഗ്യമാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ എന്ന് എണ്ണം പറഞ്ഞ് പ്രേക്ഷകരും ആസ്വാദകരും വിലയിരുത്തുന്ന ചിത്രങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാക്കുന്ന ചിത്രങ്ങൾ ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ തുടക്കമല്ല, ആദ്യ സിനിമയിൽ എത്തിയത് മുതൽ ഇന്ന് വരെയും അടുത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ വളർച്ചയെ, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെല്ലാം കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു സംവിധായകൻ്റെ അനുശാസനങ്ങൾക്കപ്പുറം മോഹൻലാൽ അഭിനയിച്ച് തകർത്ത ചിത്രങ്ങളുണ്ട്. കിരീടത്തിലെ സേതുമാധവൻ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഉയർന്നു വരും. ഒരുപക്ഷെ കത്തി താഴെയിടറ എന്ന് തിലകൻ മോഹൻലാലിനോട് പറയുന്ന, സേതുമാധവനോട് പറയുന്ന ആ രംഗമൊക്കെ മോഹൻലാൽ അഭിനയിച്ച് വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒരു സംവിധായകന് മുൻകൂട്ടി കാണാൻ പറ്റാത്ത രീതിയിലാണ്. ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ സംവിധായകനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോഹൻലാൽ മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു നിമിഷത്തെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കാരണം ഒരുപക്ഷെ ഈ അദ്ദേഹത്തെ പോലെ ഒരു വലിയ നടനെ കിട്ടിയത് സിബി മലയിൽ എന്ന സംവിധായകൻ്റെ ഭാഗ്യവും, സിബി മലയിലെ പോലെ സംവിധായകനെ കിട്ടിയത് ആ നടൻ്റെ ഭാഗ്യവുമൊക്കെ മാറുന്നൊരു മ്യൂച്വൽ കോമ്പിനേഷനും നമ്മളവിടെ കാണുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്തി അഭിനയിപ്പിക്കാനും നമ്മളെ എല്ലാവരെയും പിന്നീട് വിസ്മയിപ്പിച്ച അനവധിയായ അഭിനയ മുഹൂർത്തങ്ങളെ ആദ്യമായി നേരിൽ അടുത്ത് നിന്ന് കാണാനൊക്കെ ഉള്ള ഭാഗ്യം ലഭിച്ച ആളാണ്. എപ്പോഴും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്, ആക്ഷനും കട്ടിനും ഇടയിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അതിന് ആക്ഷൻ പറയുന്നതിന് മുമ്പ് വെറും സാധാരണക്കാരനായ തമാശകൾ പറഞ്ഞു നിൽക്കുന്ന ഒരാളിൽ നിന്നും ആക്ഷൻ എന്ന് പറയുന്നൊരു കമാൻഡ് കേട്ട് കഴിഞ്ഞാൽ മറ്റൊരാളായി മാറുകയും ഒരു പരാകായ പ്രവേശം സംഭവിക്കുകയും ചെയ്യുകയും കട്ടിന് ശേഷം വീണ്ടും പഴയ അതേ മോഹൻലാലായി മാറുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചകൾ അനവധി തവണ അടുത്ത് നിന്ന് കണ്ടു എന്നുള്ളതും എൻ്റെ ഭാഗ്യമാണ്. മോഹൻലാൽ എന്നെ പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത്, അദ്ദേഹം ഒന്നും പ്രിപ്പയർഡായിട്ട് വരുന്നില്ല. അദ്ദേഹം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ഈ രംഗം അഭിനയിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പ്രിപ്പറേഷനും അദ്ദേഹം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആ കഥാപാത്രത്തെ ആവാഹിച്ചുകൊണ്ട് ആ ആക്ഷൻ സമയത്ത് മാത്രം, ആ അഭിനയത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ മാത്രമാണ് അദ്ദേഹം ആ കഥാപാത്രമായി മാറുന്നത്. അതിനുശേഷം അതിൻ്റെ ഹാങ് ഓവറുമായിട്ട് അദ്ദേഹം നടക്കാറുമില്ല. ഒരു ജന്മസിദ്ധമായ വാസന മാത്രമാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ബോൺ ആക്ടർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു അഭിനേതാക്കൾ നമുക്ക് അധികം ഉണ്ടായില്ല. നമുക്ക് മുൻകൂട്ടി അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ തരത്തിൽ അഭിനയിച്ച് കഥാപാത്രങ്ങളെ ആവാഹിച്ച് അഭിനയിച്ച മുൻതലമുറയിൽ ഒരുപക്ഷെ ഗോപിച്ചേട്ടനുണ്ടാവാം, തിലകൻ ചേട്ടനുണ്ടാവാം, മമ്മൂട്ടി ഉൾപ്പെടെ ഉള്ള ആൾക്കാരെല്ലാവരും അത്തരത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും മോഹൻലാലിൻ്റെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു
ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്ന കഥാപാത്രത്തെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ആ ഭാരത്തെ അഴിച്ചു വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഷോട്ട് എടുക്കുന്ന ആ വേദിയിൽ നിന്നും മാറി നിൽക്കുന്നതും. അത്രമാത്രം വിസ്മയങ്ങളാണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് റിഹേഴ്സലിൽ നമ്മൾ കൊടുക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഭാവങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക് പതിന്മടങ്ങ് വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു ഒരു അഭിനയ സിദ്ധിയാണ് പിന്നീട് ടേക്കിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം നമുക്ക് തരുന്നത്. നമ്മൾ ചോദിക്കുന്നതിലും ഇരട്ടിയിൽ ഇരട്ടി അധികമായിട്ടുള്ള ഒരു തിരിച്ചു തരലുണ്ട് അദ്ദേഹത്തിന്. അതാണ് എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്തരത്തിലുള്ള ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളെ സാക്ഷീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന് സാക്ഷിയാവാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കിരീടത്തിലെ അനവധി മുഹൂർത്തങ്ങളുണ്ട്. സതയത്തിലെ കുട്ടികളെ കൊല്ലുന്ന ആ രംഗമൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിലെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പോലും ചർച്ച ചെയ്യുന്നുണ്ട്. ദശരഥത്തിലെ ക്ലൈമാക്സ് രംഗം ഇപ്പോഴും വലിയ രീതിയിൽ വാഴ്ത്തപ്പെടുന്നുണ്ട്. അങ്ങനെ അനവധിയായ അഭിനയ മുഹൂർത്തങ്ങളെ അദ്ദേഹത്തിന് ഒരുമിച്ച് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു അഭിനയ സാധ്യതകളുള്ള കഥാപാത്രങ്ങളെ കൊടുക്കുവാൻ കഴിഞ്ഞതും എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇത് മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് മലയാളികൾ മാത്രമല്ല, മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവിനെ ഈ 4.5 പതിറ്റാണ്ട് സ്ക്രീനിലൂടെ കണ്ട് ആസ്വദിച്ച് ആരാധിച്ച അനേക ലക്ഷങ്ങളായിട്ടുള്ള ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെയും കൂടെ അഭിമാനവും സന്തോഷവും ആകുന്ന മുഹൂർത്തമാണ്. സംസാരിക്കുമ്പോഴും ചിലപ്പോൾ അഭിനയത്തിലൊക്കെ തന്നെ കണ്ണുകളിൽ കുസൃതി ചെറുതായി ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം പഠിക്കാതെ അവതരിപ്പിക്കുന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ പോലെ ഒരു കഥാപാത്രമാകുന്നതിന് മുമ്പ് അദ്ദേഹം സാധാരണ മോഹൻലാൽ വിശ്വനാഥൻ്റെ മകനാകും. എന്നാൽ ക്യാമറ ഓണായി കഴിയുമ്പോൾ മറ്റൊരാളെ നമ്മൾ കാണുന്നു. ലൊക്കേഷനിൽ ഇദ്ദേഹം അഭിനയിക്കുകയാണോ എന്ന് അത്ഭുതപ്പെടുന്ന സംവിധായകൻ തിയേറ്ററിലേക്ക് ഈ സാധനം എത്തിക്കുമ്പോൾ മറ്റൊരു നടൻ്റെ പിറവി നമ്മൾ കാണുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സാധ്യതകൾ കണ്ടറിഞ്ഞ ഒരു സംവിധായകനായിരുന്നു അങ്ങ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലുള്ള താല്പര്യം, ഭരതം പോലെയുള്ള സിനിമകൾ എൻ്റെ മനസ്സിലുണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ. മാത്രമല്ല ഒരു സംഗീതബോധം എങ്ങനെ ക്യാമറയിലേക്ക് സന്നിവേശിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ അസാധാരണ വൈഭവം അദ്ദേഹം ഭരതം എന്ന സിനിമയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ കുറേ കാലത്തിന് ശേഷം ഒരു സിനിമ റിലീസ് വന്നപ്പോൾ ഹിറ്റായ ദേവദൂതൻ എന്ന സിനിമ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ദേവദൂതനിലെ അദ്ദേഹത്തിൻ്റെ സംഗീത പ്രകടനം ഏതെങ്കിലും ഒരു സംഗീതജ്ഞന് നൽകാൻ കഴിയുമെന്ന് നമുക്ക് സംശയമാണ്. ഇതിനെ അങ്ങ് എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത്? എൻ്റെ അദ്ദേഹമായിട്ടുള്ള ഒരു ചലച്ചിത്ര ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കഥാപാത്രവും ഇന്നും അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്ര വലിയ ശക്തമായ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളെ സമ്മാനിച്ചാലും അതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ തിരിച്ച് നമുക്ക് നൽകുന്ന അത്രമാത്രം അതിഗംഭീരമായ അഭിനയസിദ്ധി ഉള്ളിൽ കൊണ്ടു നടക്കുന്നയാളാണ്. വൈവിധ്യങ്ങളുള്ള അഭിനയത്തിൽ അദ്ദേഹം പുലർത്തുന്ന വൈവിധ്യങ്ങളുണ്ട്. ഏത് കഥാപാത്രത്തെ കൊടുത്താലും, ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ചെയ്ത സിനിമകളിൽ തന്നെ ഇപ്പോൾ കിരീടത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് അതിൻ്റെ തുടക്കത്തിലൊരു ബോയ് നെക്സ്റ്റ് ഡോർ എന്ന ഒരു പോലീസ് ഓഫീസറാകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കഥാപാത്രത്തിൽ നിന്നും ആ സിനിമ അവസാനിക്കുമ്പോഴേക്കും ഒരു ക്രിമിനൽ എന്ന് മുദ്ര ചാർത്തപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗമായ ചെങ്കോലിലേക്ക് എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് വലിയ ജീവിതാനുഭവങ്ങളുമായിട്ട് വലിയ പ്രതിസന്ധികളെ കടന്നു പോകുന്ന മറ്റൊരു കഥാപാത്രത്തെ സേതുമാധവൻ മാറുന്നുണ്ട്. ദശരഥത്തിലെത്തുമ്പോൾ വളരെ ലൈറ്ററായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളെ വളരെ രസകരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കമലദളത്തിലേക്ക് എത്തുമ്പോൾ ഒരു നർത്തകനെ, ഒരു ക്ലാസിക്കൽ നൃത്ത അധ്യാപകനെ നമ്മുടെ മുമ്പിൽ വളരെ അനായാസം അഭിനയിപ്പിച്ച് ഫലിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുള്ളയിലായാലും ഭരതത്തിലായാലും ക്ലാസിക്കൽ പാട്ടുകൾ എത്ര അനായാസതയോടെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ പാടി അവതരിപ്പിച്ചത്. അത്തരത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സ്നേഹധനായ അങ്ങയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഈ അവസരത്തിൽ അങ്ങയ്ക്ക് ഒരു പ്രത്യേക നന്ദി മലയാളിയുടെ പേരിൽ നമ്മൾ നേരണം. കാരണം ഇത്രയും നല്ല സിനിമകൾ ചെയ്യാൻ അങ്ങയ്ക്ക് അവസരം കിട്ടി, അതിൽ നല്ല കഥാപാത്രങ്ങൾ മോഹൻലാലിന് കൊടുക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത്, ഞാൻ അങ്ങയുടെ ഒരേ കാര്യം കൂടി പറയാം. ഇന്നലെ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു കാലിഫോർണിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്. എൻ്റെ തന്നെ അടുത്ത ബന്ധുവായ ഒരാളിൻ്റെ 3 വയസ്സോ 3.5 വയസ്സുള്ളൊരു കുട്ടിയാണത് ആ മെസ്സേജ് കുത്തി അയച്ചിരിക്കുന്നത്. അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വരുമ്പോൾ മോഹൻലാലിനെ പരിചയപ്പെടുത്താമോ എന്നുവെച്ചാൽ ഈ ചെറിയ തലമുറയുടെ ഇങ്ങേ അറ്റം നിൽക്കുന്ന കുട്ടിക്ക് പോലും വിസ്മയമായി മോഹൻലാൽ എന്ന നടൻ മാറുന്നു എന്നുള്ളത് എന്നെ ഒന്ന് തെല്ലെന്ന് അമ്പരപ്പിച്ചു. കാര്യം അവൻ ഈയിടയ്ക്ക് തുടരുമെന്ന സിനിമ എന്തോ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷമാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ എല്ലാ തലമുറകളെയും, പ്രത്യേകിച്ച് 48 കൊല്ലക്കാലം ഒരിക്കലും സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് ഇറങ്ങി വരാതെ ഇത്രയും കാലവും മലയാളിയെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്തൊരു നടനായി നിൽക്കുകയും, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒതുക്കുകല്ലുകൾ ഒന്ന് ഇളകി വീണാൽ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്ന മറ്റൊരാൾ ആയി മോഹൻലാൽ മാറുന്നു എന്നുള്ളതും നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ശ്രീ സിബി മലയിൽ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.